എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലോകത്തിലെ പ്രമുഖ എയർലൈൻ കമ്പനികളിൽ ഒന്നായ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UAEയുടെ തന്നെ സ്വന്തം എയർലൈൻ കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയായ എത്തിഹാദ് എയർവേസിലേക്ക് 58 പൊസിഷനുകളിലേക്കായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. 58 വേക്കൻസികളല്ല, 58 പൊസിഷനുകളിലേക്ക് വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയുണ്ട്. UAEയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UAEയുടെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് എയർലൈനാണ് എത്തിഹാദ് എയർവേസ്. 2003 ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 70 രാജ്യങ്ങളിലായിട്ട് ഡെസ്റ്റിനേഷനുള്ള അല്ലെങ്കിൽ 70 രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എത്തിഹാദ് എയർവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു കമ്പനിയിലേക്ക് എത്തിഹാദ് എയർവേസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക്, യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് എത്തിഹാദ് എയർവേസിലേക്ക് വന്നിട്ടുള്ളതെന്ന്. ആദ്യത്തെ വേക്കൻസി മാനേജർ പൊസിഷനിലേക്കാണ്. മാനേജർ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഓഫീസ്, മാനേജർ ടാലൻറ്റ് ആൻഡ് സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് മാനേജർ, ക്രൂ ട്രെയിനിങ് പ്ലാനർ, സീനിയർ മാനേജർ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഇന്നൊവേഷൻ, ഡോക്യുമെൻറ്റ് കൺട്രോളർ, സീനിയർ മാനേജർ IT സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ലീഡ്, IT ബിസിനസ് ആപ്ലിക്കേഷൻ ലീഡ് കോർപ്പറേറ്റ് ആപ്ലിക്കേഷൻസ്, സാപ്പ് ഫങ്ഷണൽ ലീഡ്, അതേപോലെ സാപ്പ് ഫങ്ഷണൽ ലീഡ് HCM ആൻഡ് സക്സസ് ഫാക്ടേഴ്സ്, സാപ്പ് ഫങ്ഷണൽ ലീഡ് ഫിനാൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്, ഹെഡ് ഓഫ് IT ഗവൺമെൻറ്റ്സ് ആൻഡ് ഡാറ്റ, IT എൻ്റർപ്രൈസ് ആൻഡ് ഡാറ്റ ആർക്കിടെക്ട്, എയർപോർട്ട് മാനേജർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, മാനേജർ ചേഞ്ച് മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് മാനേജർ, എയർപോർട്ട് മാനേജർ, പ്രൊജക്ട് ഓഫീസർ, റാമ്പ് ടീം ലീഡർ, ടെക്നിക്കൽ കോൺട്രാക്ട്സ് മാനേജർ, മാനേജർ കീ അക്കൗണ്ട്, ഫിനാൻസ് ഓഫീസർ, MCC ഡ്യൂട്ടി എഞ്ചിനീയർ, മെമ്പർ സർവീസ് മാനേജർ, GSE ഫാബ്രിക്കേറ്റർ, മാനേജർ OD ആൻഡ് വർക്ക് ഫോഴ്സ് പ്ലാനിംഗ്, ഫസ്റ്റ് ഓഫീസർ 777 കാർഗോ, ഫസ്റ്റ് ഓഫീസർ 777 കാർഗോ. അതേപോലെ തന്നെ വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ക്യാപ്റ്റൻ A350 A380, അതേപോലെ പ്രൊഡക്റ്റ് ഓണർ കാർഗോ, മെറ്റീരിയൽസ് ഓഫീസർ, ജനറൽ മാനേജർ APSC സെൻട്രൽ, മാനേജർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമേഴ്സ്, മാനേജർ സെയിൽസ് ഗ്ലോബൽ അക്കൗണ്ട്, കാറ്റഗറി ഓഫീസർ ക്യാപ്റ്റൻ A320, ഹെഡ് ഓഫ് ഗവൺമെൻറ് അഫയേഴ്സ് ആൻഡ് എക്സലൻസ്, സേഫ്റ്റി സിസ്റ്റം ഓഫീസർ, കീ അക്കൗണ്ടൻറ്റ് ഓഫീസർ, സീനിയർ മാനേജർ UAE നാഷണൽ ഡെവലപ്മെൻറ്റ്, ഫ്ലൈറ്റ് ഡിസ്പാച്ചർ, സ്പോൺസർഷിപ്പ് മാനേജർ, മാനേജർ ബിസിനസ് അനലിസ്റ്റ്, കൊമേഴ്ഷ്യൽ സ്റ്റിയറിംഗ് ഓഫീസർ, മാനേജർ ട്രഷറി, കാർഗോ സൂപ്പർവൈസർ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, പ്രൊഡക്റ്റ് മാനേജർ, ഡിമാൻഡ് മാനേജർ, മാനേജർ പ്രൈസിംഗ്, മാർക്കറ്റിംഗ് മാനേജർ, മാനേജർ ഇൻഡയറക്റ്റ് ടാക്സ്, ക്യാബിൻ ക്രൂ. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ്, ഏകദേശം 59ഓളം വേക്കൻസികളാണ് അല്ലെങ്കിൽ പൊസിഷനുകളിലേക്കാണ് ഇപ്പോൾ എത്തിഹാദ് എയർവേസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. ഇത് തന്നെ UAEയിലേക്ക് മാത്രമല്ല, UAE അതേപോലെ സൗദി അറേബ്യ, ചൈന, സിംഗപ്പൂർ, അതേപോലെ അൾജീരിയ, അങ്ങനെ പല രാജ്യങ്ങളിലേക്കായിട്ട്, അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്ക്, ഹോങ്കോങ് ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കായിട്ടാണ് ഇപ്പോൾ നിലവിൽ എത്തിഹാദ് എയർവേസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിലവിൽ എത്തിഹാദ് എയർവേസിലേക്ക് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നു ആ ഒരു വേക്കൻസിയിലേക്ക് എനിക്ക് പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അവിടെ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈറ്റിൽ നിങ്ങൾ പോകുന്നതാണ്. ആ ഒരു സൈറ്റിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 59ഓളം ജോബ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു ജോബ്സ് നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ പൊസിഷൻസ് എല്ലാം കാണാം. അവിടെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പൊസിഷൻ അല്ലെങ്കിൽ ജോബ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ജോബിൻ്റെ മുകളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകും. എത്തിഹാദിൻ്റെ ഒഫീഷ്യൽ അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയും. എല്ലാ
ഡീറ്റെയിൽസും കാണാൻ കഴിയും. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നേരെ ചെക്ക് ചെയ്ത ശേഷം അവിടെ എല്ലാം നിങ്ങൾ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, വയസ്സ്, അതേപോലെ തന്നെ സെക്സ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ അപ്ലൈ നൗ ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു അപ്ലൈ നൗ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ നിങ്ങളുടെ റെസ്യൂം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നെയിം, ഫോൺ നമ്പർ, നിങ്ങളുടെ രാജ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷനാണ് അവിടെ കാണുക. ഒരുപാടുണ്ട്. അതായത് ഏകദേശം അത്യാവശ്യം കാര്യങ്ങൾ അവിടെ കൊടുക്കാനുണ്ട്. നിങ്ങൾ നോക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഇതുപോലെയുള്ള വലിയ കമ്പനികളിലേക്ക് വേക്കൻസികൾ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ CVയിൽ നിങ്ങളുടെ സ്വന്തം നമ്പറും മറ്റൊരാളുടെ വീട്ടിലെ ആരുടെയെങ്കിലും ഒരാളുടെ നമ്പറും കൂടെ കൊടുക്കാൻ മറക്കരുത്. CVയിൽ 2 നമ്പർ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളായിരിക്കണം. രണ്ടാമത്തെ നമ്പർ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളായിരിക്കണം. അവിടെ CV അപ്ലോഡ് ചെയ്യുക. ശേഷം അതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്ത ശേഷം ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അവർ വിളിക്കും. ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവുക. നിങ്ങൾ UAE ഉണ്ടാവണം എന്നോ ഒന്നും ആവശ്യമില്ല. എവിടെ നിന്നുകൊണ്ടും ഈ ലോകത്തിലെ ഏത് രാജ്യത്തു നിന്നും നിങ്ങൾക്ക് ഓപ്പൺ പൊസിഷനാണ്. ഏത് രാജ്യത്തു നിന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. ഇതിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.